അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, നമ്മൾ അറബിക്കില് അലിഫ് മുതൽ വാദ് വരെയുള്ള ലെറ്റേഴ്സുകളും അതിന്റെ വാക്കുകളും ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇതിൽ നിന്നും ആനുവൽ എക്സാമിന് റാ മുതൽ വാദ് വരെയുള്ള ലെറ്റേഴ്സ് എന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എക്സാമിന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചാലോ? ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഞാനിവിടെ കുറച്ച് അറബിക് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും കാണുന്നില്ലേ? ഓക്കെ, ഇതുപോലെ ലെറ്റേഴ്സ് കൊടുത്തിട്ട് അത് ഏത് ലെറ്റർ ആണെന്ന് പറയാൻ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ പഠിച്ച ഏത് ലെറ്റർ കണ്ടാലും നിങ്ങൾക്ക് അത് ഏത് ലെറ്റർ ആണെന്ന് പറയാൻ കഴിയണം. ഓക്കെ, അപ്പൊ ഈ ലെറ്റേഴ്സുകൾ ഏതൊക്കെയാ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? എന്റെ കൂടെ തന്നെ നിങ്ങളും പറയണേ. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാണ്? റാ ആണോ? അല്ല, മുകളില് ഒരു പുള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് ലെറ്ററാ? സ്വാദ്, റാ, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സുകൾ ഇങ്ങനെ കാണുമ്പോൾ അത് ഏത് ലെറ്റർ ആണെന്ന് പറയാൻ കഴിയണം. ഇതുപോലെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോവിങ്. നമ്മൾ പഠിച്ച ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതിന്റെ പിക്ചേഴ്സ് ഡിസോർഡർ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ ലെറ്റേഴ്സ് നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് പിക്ചറിലേക്ക് വരച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇത് ഏതാ ലെറ്റർ? ഏതാണ്? സൈ വെച്ചിട്ട് നമ്മൾ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്. എന്താണ്? സഹറത്തുൻ. ഓക്കെ, സഹറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവർ ആണ് അല്ലേ? അപ്പൊ ഇതിൽ ഏതാണ് ഫ്ലവർ? ഇതാണ്. അപ്പൊ നമ്മള് ഈ സൈ എന്ന ലെറ്ററിനെ ഈ സഹറത്തുൻ എന്ന പിക്ചറിലേക്ക് വരച്ചു കൊടുത്തു. അടുത്ത ലെറ്റർ ഏതാണ്? ലാദ് വെച്ചിട്ട് നമ്മൾ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? ലിഫ്റ്റർ. എന്താണ്? ആ ഫ്രോഗിന്, തവളയ്ക്കാണ് ലിഫ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ലാദ് എന്ന ലെറ്ററിനെ ലിഫ്റ്റർ എന്ന പിക്ചറിലേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, അടുത്ത എന്താണ്? ഷീൻ വെച്ചിട്ട് പഠിച്ചു. ഷംസുൻ. അപ്പൊ നമ്മള് ഈ ഷീൻ ലെറ്ററിനെ ഷംസുൻ എന്ന പിക്ചറിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. ലാസ്റ്റ് വൺ എന്താണ്? റാ വെച്ചിട്ട് പഠിച്ചു. അപ്പൊ നമ്മള് ഈ റാ എന്ന ലെറ്ററിനെ റസുൻ എന്ന ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ ലെറ്റേഴ്സും പിക്ചേഴ്സും മാച്ച് ചെയ്യാൻ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 29 കൊടുത്തിരിക്കുന്ന നല്ല ശീലം എന്ന കഥ പഠിച്ച് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നില്ലേ? ഈ ഒരു കഥയിൽ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തു പറയണം? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്തു പറയണം? അസ്സലാമലൈക്കും എന്ന് കേട്ടാൽ തിരിച്ച് നമ്മൾ എന്ത് പറയണം? നമുക്ക് ആരെങ്കിലൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സാധനം തരുമ്പോൾ നമ്മൾ അവരോട് എന്ത് പറയണം? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കഥയിലൂടെ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. അങ്ങനെ എക്സാമിന് നമുക്കൊരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സിലായോ? ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് പറയണം? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് പറയണം? അസ്സലാമലൈക്കും എന്ന് കേട്ടാൽ നമ്മൾ അവരോട് എന്ത് പറയണം? നമുക്ക് ആരെങ്കിലൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനം തരുമ്പോൾ നമ്മൾ അവരോട് എന്തു പറയണം? ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ എക്സാമിന് പിക്ചർ കൊടുത്തിട്ട് അതിന്റെ ഫസ്റ്റ് ലെറ്റർ ടിക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. പിക്ചർ കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിൽ ഒരുപാട് ലെറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിക്ചർ നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് ഫസ്റ്റ് ലെറ്റർ ടിക്ക് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? സഹ്ഫുൻ
എന്ന് പറയുമ്പോ സ്വാദിന് ഫതഹാണോ കെസറാണോ ലമ്മാണോ വരുന്നത്? സഹ്ഫുൻ എന്ന് പറയുമ്പോ സ്വാദിന് ലമ്മാണ് വരുന്നത് അല്ലേ? സഹ്ഫിന്റെ ഫസ്റ്റ് ലെറ്റർ ഇതാണ്. അപ്പൊ നമ്മള് ഇത് ടിക്ക് ചെയ്യാം. നിങ്ങൾ ഹറക്കത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഫതഹ, കെസർ, ലമ്മ് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ടിക്ക് ചെയ്യാൻ. ഓക്കെ, അടുത്ത എന്താണ്? സമക്കുൻ. സമക്കുൻ സമക്കുൻ എന്ന് പറയുമ്പോ സീനിന് ഫതഹാണോ കെസറാണോ ലമ്മാണോ വരുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. സമക്കുൻ എന്ന് പറയുമ്പോ സീനിന് ഏത് ഹർക്കത്താണ് വരുന്നത്? ഏതാണ് വരുന്നത്? സീനിന് ഫതഹാണ് വരുന്നത് അല്ലേ? അപ്പൊ നമ്മള് ഈ സീനിന് ഫതഹ വരുന്ന ലെറ്റർ ടിക്ക് ചെയ്തു. അപ്പൊ കറക്റ്റ് ആയില്ലേ? കറക്റ്റ് ആയില്ലേ? അപ്പോ ഇതുപോലെ എക്സാമിന് പിക്ചർ കൊടുത്തിട്ട് അതിന്റെ ഫസ്റ്റ് ലെറ്റർ ടിക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പിക്ചേഴ്സ് കൊടുത്തിട്ട് അതിന്റെ ഫസ്റ്റ് ലെറ്റർ ടിക്ക് ചെയ്യുന്നതിന് പകരം കളർ ചെയ്യാനും ചോദിക്കാം. അപ്പൊ നിങ്ങൾ എക്സാമിന് കളറും കയ്യിൽ കരുതണം. മനസ്സിലായോ? ഇതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോ ഈ ടിക്ക് ചെയ്യുന്നതിന് പകരം കളർ ചെയ്യാനായിരിക്കും ചോദിക്കുക. അപ്പൊ നിങ്ങൾ അറബിക് എക്സാമിന് പോകുമ്പോൾ കയ്യിൽ ക്രയോൺസ് കരുതണം. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 23 കൊടുത്തിരിക്കുന്ന മക്ക മദീന എന്ന ഈ ഒരു പാട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. നമുക്കിതൊന്ന് പാടി നോക്കിയാലോ? മക്ക എന്നൊരു നാടുണ്ട്, കാണാൻ പൂതിപ്പെരുത്തുണ്ട്, കഅബ മക്കയിലാണല്ലോ, നമ്മുടെ ഖിബിലയുമാണല്ലോ, മുത്ത് റസൂലിൻ ഉമ്മത്ത് ഹജ്ജിന് പോകും മക്കത്ത്, മക്കത്തെത്താൻ കൊതിയാണേ, റബ്ബേ ഭാഗ്യം തന്നിടണേ, മദീന എന്നൊരു നാടുണ്ട്, അവിടമിൽ നമ്മുടെ നബിയുണ്ട്, പുണ്യം നിറയും നാടാണേ, എത്തിയിടുവാൻ വിരിയകണേ. ഈ ഒരു പാട്ടും നിങ്ങൾ ഇതുപോലൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ എക്സാമിന് എന്തൊക്കെ പഠിക്കണം? ലെറ്റേഴ്സ് പഠിച്ചു വെക്കണം. ഏത് ലെറ്റർ കണ്ടാലും അത് ഏതാ നിങ്ങൾക്ക് പറയാൻ കഴിയണം. പിന്നെ ലെറ്റേഴ്സും പിക്ചേഴ്സും മാച്ച് ചെയ്യാനും പഠിച്ചിരിക്കണം. പിന്നെ പിക്ചേഴ്സിൻ്റെക്ക് ഫസ്റ്റ് ലെറ്റർ ടിക്ക് ചെയ്യാനോ കളർ ചെയ്യാനോ എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ പിക്ചേഴ്സിൻ്റെക്ക് ഫസ്റ്റ് ലെറ്റർ പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ നല്ല ശീലം എന്ന കഥയിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് പറയണം? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് പറയണം? നമുക്ക് ആരെങ്കിലേക്ക് എന്തെങ്കിലും സാധനം തരുമ്പോൾ നമ്മൾ അവരോട് തിരിച്ച് എന്ത് പറയണം? അസ്സലാമു അലൈക്കും എന്ന് കേട്ടാൽ നമ്മൾ തിരിച്ച് എന്ത് പറയണം? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ കഥയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതും നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ മക്ക മദീന ഈ ഒരു പാട്ടും പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറബിക് എക്സാമിൽ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.